പവർ ട്രാൻസ്മിഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഗിയർ ഡ്രൈവ് എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഗിയർ ഡ്രൈവ് വെച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഗിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂത്ത്ഡ് വീലാണ്. എന്താണ്? ടൂത്ത്ഡ് വീലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗിയർ എന്ന് പറയുന്നത്. ടൂത്ത്ഡ് വീൽസിനെയാണ് ഗിയർ എന്ന് പറയുന്നത്. അപ്പം ഈ ടൂത്ത്ഡ് വീൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടൂത്ത്ഡ് വീൽസിനെ മെഷ് ചെയ്യിപ്പിച്ചിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗിയറിനെ നമ്മളൊരു എവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും? ഒരു ഡ്രൈവർ ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. വേറൊരു ഗിയറിനെ എവിടെ എടുത്തിട്ടുണ്ടാവും? ഡ്രിവൺ നെക്സ്റ്റ് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവരെ തമ്മിൽ മെഷ് ചെയ്യിപ്പിച്ചിട്ട്, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഇത് എക്സാമ്പിൾ ഇത് ഡ്രൈവർ ആണെന്നിരിക്കട്ടെ, ഇതൊരു ഡ്രൈവർ ഷാഫ്റ്റ് ആണ്. ആ ഡ്രൈവർ ഷാഫ്റ്റിൽ നിരവധിയായിട്ടുള്ള ഗിയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഗിയറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? വേറൊരു ഗിയറുമായിട്ട് മെഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഈ ഡ്രൈവറാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെന്ത് ചെയ്യും? ഈ ടൂത്ത്ഡ് വീല്, ആ ഗിയർ, ഈ ടൂത്ത്ഡ് വീല് ഇതിനെ മെഷ് ചെയ്യിപ്പിച്ച് ഇതിനെയും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെന്തായി? ഡ്രിവൺ ആയി. അപ്പൊ അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പവർ ട്രാൻസ്മിഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ബെൽറ്റ് പഠിക്കാറുണ്ട്, പിന്നെ ചെയിൻ പഠിക്കാറുണ്ട്. അപ്പം ഇതിലെല്ലാം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് സ്ലിപ്പ് ഇല്ലാതെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ഉപയോഗിച്ചിട്ടാണ്? ഗിയർ ഉപയോഗിച്ചിട്ടാണ്. ഗിയർ ഡ്രൈവിനെ നമ്മൾ പറയാറുണ്ട്, വേറൊരു പേര് പറയാറുണ്ട്, അതൊരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. പോസിറ്റീവ് ഡ്രൈവിനാണ് പറയാറുണ്ട്. ഗിയർ ഡ്രൈവിന് എന്തുകൊണ്ടാണ് പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ലിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് പവർ ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ന് പറഞ്ഞാൽ ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ ഗിയേഴ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഗിയേഴ്സ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. ഒന്നെങ്കിൽ മെറ്റാലിക് ആയിട്ടുള്ള മെറ്റൽസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നോൺ മെറ്റൽസ് ഉപയോഗിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഗിയറിനെ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അത് എവിടെയാണ് യൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ മെറ്റൽ ആവുമ്പം നമ്മൾ കാസ്റ്റ് അയണ്, സ്റ്റീല്, അതേപോലെ തന്നെ ബ്രോൺസ്, ഇതുപോലുള്ള മെറ്റലുകൾ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? മെറ്റലിനകത്ത് ഉപയോഗിക്കാം. നോൺ മെറ്റൽസിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പ്ലാസ്റ്റിക് ഉണ്ട്, അതുപോലെ തന്നെ വുഡ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഗിയേഴ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ അതിന്റെ നിർമ്മാണമായിട്ട്, മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതാണ്. നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള, അപ്പൊ ഗിയർ എന്താണെന്ന് പറഞ്ഞു. ഇനി ഇത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ഗിയർ എടുത്തു കഴിഞ്ഞാൽ ആ ഗിയറിന്റെ നോമൻക്ലേച്ചർ എന്താണ്? ആ ഗിയറിനകത്ത് എങ്ങനെയൊക്കെയാണ് അതിനകത്ത് ഓരോരോ പോർഷനും മാർക്ക് ചെയ്തിരിക്കുന്നത്, അടയാളപ്പെടുത്തിയിരിക്കുന്നത്, അതിന്റെ ടേമുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചിരിക്കണം. പിന്നീട് ഏതൊക്കെ ടൈപ്പ് ഗിയറുകൾ ഉണ്ടെന്ന് പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അത്യാവശ്യം നല്ലൊരു ടോപ്പിക്കാണ്. ഗിയറിന്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഗിയറിന്റെ നോമൻക്ലേച്ചർ, ഒരു ഗിയറിനെ ഇപ്പൊ ഒരു ഗിയറിനകത്ത് നിന്നുള്ള ആ 2 ടീത്തുകളെ മാത്രം നമ്മൾ സെക്ഷൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് ഓരോ പാർട്സും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ആനിമേഷനിലൂടെ നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ എന്തൊക്കെയാ പോയിന്റുകളെന്ന് മാത്രം നോക്കിയിട്ട് പോവാം. അപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ് അഡൻഡം സർക്കിൾ, എന്താണ് ഒരു ഡിഡൻഡം സർക്കിൾ, എന്താണ് ഒരു ക്ലിയറൻസ് സർക്കിൾ, എന്താണ് അഡൻഡം, ഡിഡൻഡം എന്താണ്, വർക്കിംഗ് ഡെപ്ത് എന്താണ്, ഹോൾ ഡെപ്ത് എന്താണ്, അതേപോലെ തന്നെ ടോപ്പ് ലാൻഡ്, ഫേസ്, ഫ്ലാങ്ക് തുടങ്ങിയിട്ടുള്ള എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സർക്കുലർ പിച്ച്, ഡയമീറ്റർ പിച്ച്, മൊഡ്യൂൾ എന്താണൊക്കെയാണെന്നാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കി വരാം. അപ്പം ആദ്യം ഒരു സെക്ഷൻ ചെയ്ത വ്യൂ ഉണ്ടല്ലോ. അപ്പൊ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ആനിമേഷനിലേക്ക് പോവാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഓരോന്നായിട്ട് നോക്കാം. ഓരോരോ ടേമുകളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം വന്നു അഡൻഡം സർക്കിൾ. എന്താണ്? വളരെ കൃത്യമായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് അഡൻഡം സർക്കിൾ എന്ന്. അഡൻഡം സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സർക്കിൾ ഡ്രോൺ ത്രൂ ദി ടോപ്പ് ഓഫ് ദി ടീത്ത്. അപ്പൊ അതായത് ഈ ടീത്തിന്റെ മുകളിൽ കൂടി നമ്മൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, ആ സർക്കിളിന് പറയുന്ന പേരാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൻഡം സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ സർക്കിൾ ഡ്രോൺ ത്രൂ ദി ടോപ്പ് ഓഫ് ദി ടൂത്ത്, ഗിയറിന്റെ ആ ടീത്തിന് ഏറ്റവും മുകളിൽ കൂടെ വരയ്ക്കുന്ന സർക്കിളിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡൻഡം സർക്കിൾ എന്ന് പറയുന്നത്. നോക്കാം, അടുത്ത സർക്കിൾ നോക്കൂ. രണ്ടാമതായിട്ട് വരുന്നത് നെക്സ്റ്റ് ഡിഡൻഡം സർക്കിൾ ആണ്. ഡിഡൻഡം സർക്കിൾ വന്നു കഴിഞ്ഞു. എന്താണ് ഡിഡൻഡം സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിഡൻഡം സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ, ഈ കളർ നീല കളറിൽ പോയിരിക്കുന്നുണ്ടോ? അതായത് അതിന്റെ ബോട്ടം. അപ്പം ഇത് ഗിയർ ആണ്, ഗിയറിന്റെ ടോപ്പ് പോർഷൻ ആണ്, ഇത് അതിന്റെ ബോട്ടം പോർഷൻ ആണ്. അപ്പൊ ഈ ബോട്ടം പോർഷന് കട്ട് ചെയ്ത് ഇതിലേക്കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അതിന്റെ ഡിഡൻഡം സർക്കിൾ ആണ്. ഓക്കെ ആണല്ലോ? അത് അതിന്റെ ഡിഡൻഡം സർക്കിൾ ആണ്. നെക്സ്റ്റ് നോക്കാം, അടുത്ത എന്താണ് വരുന്നത് നോക്കാം.
നെക്സ്റ്റ് നോക്കൂ, പിച്ച് സർക്കിൾ ആണ്. നെക്സ്റ്റ് പിച്ച് സർക്കിൾ ആണ്. എന്താണ് പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇമാജിനറി സർക്കിൾ വിച്ച് ബൈ പ്യുവർ റോളിംഗ് ആക്ഷൻ വുഡ് ഗീവ് ദി സെയിം മോഷൻ ആസ് ദി ആക്ച്വൽ ഗിയർ. അപ്പം പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ നേരത്തെ ത്രെഡിനകത്തൊക്കെ പഠിക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെയാണ് പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ പറയുന്നതാണ്. അതായത് ഇമാജിനറി ആണ്, ഇമാജിനറി സർക്കിൾ ആണ്. അതായത് അഡൻഡം സർക്കിളിനും ഡിഡൻഡം സർക്കിളിനും ഇടയ്ക്കൂടെ പോകുന്ന ഒരെണ്ണമാണ്. പക്ഷെ അതിനകത്ത് നേരത്തെ പറയുന്ന പോലെ തന്നെയാണ്. അതായത് ഗിയർ പ്യുവർ റോളിംഗ് ആക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് രണ്ട് ഗിയറുകൾ മെഷ് ചെയ്യുന്ന സമയത്ത് പ്യുവർ കോണ്ടാക്ട്, അതായത് പ്രോപ്പർ കോണ്ടാക്ട് കിട്ടുന്ന പോയിന്റിൽ കൂടെ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോക്കാം. പിച്ച് സർക്കിൾ കഴിഞ്ഞാൽ അടുത്ത സർക്കിൾ ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് ക്ലിയറൻസ് സർക്കിൾ. ഓക്കെ, ക്ലിയറൻസ് സർക്കിൾ നോക്കൂ. ഇവിടെ ഒരു യെല്ലോ ഇതിൽ മാർക്ക് ചെയ്യുന്നതായിരിക്കുകയാണ്. ഇതിലേക്കോട്ടൊരു സർക്കിൾ വരച്ചല്ല. അപ്പൊ അത് എങ്ങനെയാണ് സർക്കിൾ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കൂ. ഇവിടെ ഞാൻ വരച്ചു കാണിക്കാം. ഇതൊരു ടീത്താണ്, അടുത്ത ഒരു ഗിയർ, ആ ഗിയറിന്റെ അടുത്തിട്ട്. അപ്പം ഇതിലേക്കാണ് നെക്സ്റ്റ് ഗിയർ. ഇത് ഡ്രൈവർ ആണെന്നിരിക്കട്ടെ, ഇത് ഡ്രൈവർ ഗിയർ ആണ്. അപ്പം ഡ്രിവൺ ഗിയർ, അപ്പം ഡ്രിവൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന മേറ്റിംഗ് ഗിയർ ആണ്. അപ്പം ഈ മേറ്റിംഗ് ഗിയർ ഒരിക്കലും ബോട്ടം പോർഷനിൽ ടച്ച് ചെയ്യത്തില്ല. അതായത് ഇവിടെ ഇതിന്റെ ഈ ബോട്ടത്തിൽ ടച്ച് ചെയ്യത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും എന്തുണ്ടാവും? ഒരു സ്പേസ് ഉണ്ടാവും. ആ ക്ലിയറൻസ്, അതായത് ആ ക്ലിയറൻസിൽ വരയ്ക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറൻസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ. അതായത് സ്പേസ് ഗിവൺ ഫോർ ഫ്രീ മോഷൻ ഓഫ് മേറ്റിംഗ് ഗിയേഴ്സ്. ക്ലിയർ ആണല്ലോ? അതായത് അത് തമ്മിൽ റബ്ബ് ചെയ്യാതെ എപ്പോഴും എന്ത് ചെയ്യണം? അതിനകത്തുകൂടി റോൾ ചെയ്ത് പോകണം. അപ്പം ആ മെഷ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്യാപ്പാണ്. അപ്പൊ അതിനെ കൂടെ വരയ്ക്കുന്ന ഒരു സർക്കിളിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലിയറൻസ് സർക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ക്ലിയറൻസ് സർക്കിൾ കഴിഞ്ഞാൽ നോക്കൂ, അടുത്ത ടേമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമാണ് അഡൻഡം എന്ന് പറയുന്നത്. എന്താണ് അഡൻഡം എന്ന് നോക്കൂ. അഡൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നേരത്തെ നമ്മളൊരു സർക്കിൾ വരച്ചിരുന്നു. ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ കൂടി നമ്മളൊരു സർക്കിൾ വരച്ചിരുന്നു. ഈ സർക്കിളിനെ നമ്മൾ പറഞ്ഞത് ഏതെന്നാണ്? അഡൻഡം സർക്കിൾ എന്നാണ്. അഡൻഡം സർക്കിൾ എന്നായിരുന്നു ഇതിനെ നമ്മൾ പറഞ്ഞിരുന്നത്. ആണല്ലോ? അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു? അത് അതിന്റെ പിച്ച് സർക്കിൾ ആയിരുന്നു. ആണല്ലോ? പിച്ച് സർക്കിൾ ആയിരുന്നു. അപ്പം പിച്ച് സർക്കിളിന്റെയും അഡൻഡം സർക്കിളിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡൻഡം എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദി റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് എ ടൂത്ത് ഫ്രം ദി പിച്ച് സർക്കിൾ ടു ദി ടോപ്പ് ഓഫ് ദി ടൂത്ത്. അതായത് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി ടൂത്ത് എന്നോ അല്ലെങ്കിൽ അഡൻഡം സർക്കിളിന്റെയും പിച്ച് സർക്കിളിന്റെയും ഇടയ്ക്കുള്ള ഈ റേഡിയൽ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൻഡം. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് ഇതെന്ന് പറയുന്നത്. ഇതെല്ലാം അഡൻഡം എന്ന് പറയുന്നത്. അപ്പം അടുത്ത ടൈം നോക്കാം. നമുക്ക് അഡൻഡം കഴിഞ്ഞാൽ അടുത്ത ടൈം നോക്കാം. അടുത്ത ടൈം നോക്കൂ, ഡിഡൻഡമാണ്. ഡിഡൻഡം. നെക്സ്റ്റ് ടൈം വന്നു ഡിഡൻഡം. എന്താണ് ഡിഡൻഡം? ബ്ലൂ കളറിൽ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഡിഡൻഡം എന്ന് പറഞ്ഞാൽ. അപ്പം ഡിഡൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പിച്ച് സർക്കിളിൽ നിന്ന്, ഇതാണ് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. പിച്ച് സർക്കിളിൽ നിന്ന് എവിടെ നമ്മുടെ ബോട്ടത്തിൽ കൂടെ നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തിനാ പറഞ്ഞത്? ഡിഡൻഡം സർക്കിൾ എന്നാ പറഞ്ഞത്. ഡിഡൻഡം സർക്കിൾ. അപ്പം ഈ ഡിഡൻഡം സർക്കിളിനും പിച്ച് സർക്കിളിനും ഇടയ്ക്കുള്ള ഈ റേഡിയൽ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡൻഡം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഡിഡൻഡം എന്ന് പറഞ്ഞാൽ. അടുത്ത നോക്കാം. അടുത്ത ടൈം നോക്കാം. നോക്കൂ, വന്നു ടോട്ടൽ ഡെപ്തും വർക്കിംഗ് ഡെപ്തും. എന്താണ് ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഗ്യാപ്പ്, റേഡിയൽ ഡിസ്റ്റൻസ്. അതായത് അഡൻഡം സർക്കിളിനും ഡിഡൻഡം സർക്കിളിനും ഇടയ്ക്കുള്ള ആ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ. ഇനി വർക്കിംഗ് ഡെപ്ത് ഉണ്ട്. വർക്കിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പടം വരച്ച് ഓർമ്മയുണ്ടാവും, കാണും. എങ്ങനെ? ഇതൊരു രണ്ട് ഗിയറുകളാണ്, ഒരു ഗിയറാണ്, ഗിയറിന്റെ രണ്ട് ടീത്തുകളാണ്. നെക്സ്റ്റ് ഒരു മേറ്റിംഗ് ഗിയർ വരുന്നുണ്ട് ഇവിടെ. ആ മേറ്റിംഗ് ഗിയർ വരുന്ന സമയത്ത് ഈ മേറ്റിംഗ് ഗിയർ എവിടെ ബോട്ടത്തിൽ ടച്ച് ചെയ്യത്തില്ല അല്ലെ? ഇത്രയും ഭാഗത്ത് എന്തുണ്ടാവും? ഒരു ക്ലിയറൻസ് ഉണ്ടാവും. ഈ പറയുന്ന ക്ലിയറൻസ് സർക്കിളിന്റെ ഈ ഇവിടെ നിന്നുള്ള, അപ്പൊ ഇതിലേക്കൂടെ നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ട്. അത് ഈ സർക്കിളാണ്, ക്ലിയറൻസ് സർക്കിളാണ്. അപ്പൊ ഈ ക്ലിയറൻസ് സർക്കിളിൽ നിന്ന് മേളിലുള്ള അഡൻഡം സർക്കിൾ വരെയുള്ള ദൂരമാണ് എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ഡെപ്തും ഉണ്ട്, വർക്കിംഗ് ഡെപ്തും ഉണ്ട്. ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അഡൻഡം സർക്കിളിന്റെയും ഡിഡൻഡം സർക്കിളിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് ടോട്ടൽ ഡെപ്ത്. വർക്കിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എവിടെയാണ്? ക്ലിയറൻസ് സർക്കിളിനും അഡൻഡം സർക്കിളിനും ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് എന്തെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ.
ഇവിടെ നോക്കണം, ഒരു ടേമും കൂടെ നമുക്കിവിടെ പറയാം. നോക്കൂ, അതായത് ഇതൊരു ഗിയറാണ്, ഗിയറിന്റെ ഒരു ടീത്താണ്, നെക്സ്റ്റ് ടീത്താണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിലേക്കാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരു മേറ്റിംഗ് ഗിയർ നമുക്ക് ഇവിടെ വരുന്നത്. പടം വരയ്ക്കുന്ന ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഓക്കെ, എന്നാലും ഇത് മേറ്റിംഗ് ഗിയർ ആണ്, ഇത് ഡ്രൈവർ ആണ്, ഇത് ഡ്രിവൺ ഗിയർ ആണെന്ന് ഇരിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് ആര് പോകുന്നുണ്ട്, ഒരു പിച്ച് സർക്കിൾ പോകുന്നുണ്ട് ആണല്ലോ. പിച്ച് സർക്കിളിൽ നിന്ന് ടോപ്പിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എന്തായിരുന്നു, അഡന്റമായിരുന്നു. അഡന്റ സർക്കിൾ വരെയുള്ള ദൂരം അഡന്റമായിരുന്നു. ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു മേറ്റിംഗ് ഗിയർ വരുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിലും ഇതിന്റെയും ഇതിലേക്കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിച്ച് സർക്കിൾ പോയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ടോപ്പ്. അപ്പൊ ഇവിടം വരെയുള്ള ദൂരം എന്തുവാ, അഡന്റമാണ്. ഇതും അതിന്റെ അഡന്റമാണ്. അപ്പം ഓപ്പോസിറ്റ് ഗിയറുകൾ. അപ്പം മേറ്റിംഗ് ഗിയേഴ്സ് വരുമ്പം വർക്കിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ സം ഓഫ് ദി അഡന്റം ഓഫ് ദി മേറ്റിംഗ് ഗിയേഴ്സ് ആണ്. അപ്പം ഒരു കാര്യം വളരെ കൃത്യമായിട്ട് വെച്ചിരിക്കുക, വർക്കിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഡെപ്ത് ഇസ് ഈക്വൽ ടു എന്താണ്, വർക്കിംഗ് ഡെപ്ത് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി അഡന്റം ഓഫ് ദി മേറ്റിംഗ് ഗിയേഴ്സ്. സം ഓഫ് ദി അഡന്റം ഓഫ് ദി മേറ്റിംഗ് ഗിയേഴ്സ്. അപ്പം സം ഓഫ് ദി അഡന്റം ഓഫ് ദി മേറ്റിംഗ് ഗിയേഴ്സ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് മേറ്റിംഗ് ഗിയേഴ്സ് വരുന്ന സമയത്ത് ഇപ്പം ഇവിടുന്ന് ഇത് പിച്ച് സർക്കിൾ ആണ്, ഇതാണ് അതിന്റെ സർക്കിൾ, ഇത്രയും ദൂരമാണ് അതിന്റെ എന്തെന്ന് പറഞ്ഞാൽ അഡന്റം എന്ന് പറഞ്ഞാൽ അഡന്റം. ഇനി തിരിച്ച് ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് അതേപോലെ തന്നെ, അതായത് ഇവിടെ വേറൊരു ഗിയർ മെഷ് ചെയ്യാൻ വരുന്ന സമയത്ത് അതിനും ഇതിലേക്കൂടെ ഒരു പിച്ച് സർക്കിൾ പോയിട്ടുണ്ട്. അവിടുന്ന് അതിന്റെ ടോപ്പിലേക്കുള്ള ദൂരവും അഡന്റമാണ്. അപ്പം ഈ രണ്ട് അഡന്റം കൂടെ കൂട്ടുന്നതായിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ. അത്രയും കാര്യങ്ങൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നോക്കൂ, നെക്സ്റ്റ് അതിന്റെ 2-3 ടേമുകളാണ്. എന്താണ് ആ ടോപ്പ് ലാൻഡ് എന്ന് പറഞ്ഞാൽ? അപ്പം അതായത് ഒരു ഗിയറിന്റെ ആ ടോപ്പിനെ, അതായത് ഗിയറിന്റെ ടോപ്പ് പോർഷനെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലാൻഡ് എന്ന് പറഞ്ഞു. ടോപ്പ് ലാൻഡ്. ഇനി ഫേസ് ഉണ്ട്, ഫ്ലാങ്ക് ഉണ്ട്. അതായത് ഒരു ഗിയർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അപ്പൊ നേരെ ഇങ്ങനെ കറവായിട്ട് വരികയല്ല ചെയ്യുന്നത്. അപ്പൊ അതായത് ഇവിടം വരെ ഒരു ഒടിവ് വന്നിട്ട് അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത ഒരു ഒടിവ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഇതിലേക്കൂടെ കടന്നു പോകുന്ന സർക്കിളിനെ നമ്മൾ പറയുന്നത് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ഏത് സർക്കിളാണ്? പിച്ച് സർക്കിൾ. അപ്പം പിച്ച് സർക്കിളിന് മുകളിലുള്ള പോർഷനെ നമ്മൾ പറയുന്നത് ഫേസ് എന്നും, പിച്ച് സർക്കിളിന് താഴെയുള്ള പോർഷനെ നമ്മൾ പറയുന്നത് എന്തെന്നാണ്? ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് പിച്ച് സർക്കിളിന് തൊട്ട് മുകളിലുള്ള പോർഷനെ നമ്മൾ ഫേസ് എന്നും, പിച്ച് സർക്കിളിന് തൊട്ട് താഴെയുള്ള പോർഷനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഫ്ലാങ്ക് എന്നുമാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണല്ലോ. അടുത്ത ടൈമാണ് നോക്കൂ, ടൂത്ത് തിക്നെസ് എന്ന് പറയുന്നത്. ടൂത്ത് തിക്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടൂത്ത് തിക്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വിഡ്ത് ഓഫ് ദ ടൂത്ത് മെഷേർഡ് അലോങ് ദി പിച്ച് സർക്കിൾ. ക്ലിയർ ആണോ? അതായത് പിച്ച് സർക്കിൾ ഇതിലേക്കൂടെ പോയിരിക്കുന്നത് ഇതാണ് പിച്ച് സർക്കിൾ, നമ്മൾ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ പിച്ച് സർക്കിളിൽ അതിൽ വരുന്ന നമ്മുടെ തിക്നെസ് എത്രയാണോ മെഷർ ചെയ്യുന്നത് അതാണ് എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ ടൂത്ത് തിക്നെസ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? അതാണ് അതിന്റെ ടൂത്ത് തിക്നെസ്. ടൂത്ത് തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വിഡ്ത് ഓഫ് ദി ടൂത്ത് മെഷേർഡ് അലോങ് ദി പിച്ച് സർക്കിൾ. പിച്ച് സർക്കിളിൽ നമ്മൾ മെഷർ ചെയ്യുന്ന വിഡ്ത് എത്രയാണോ അതാണെന്ന് പറഞ്ഞാൽ ടൂത്തിന്റെ തിക്നെസ്. കാരണം ഇവിടെ തിക്നെസ് വളരെ വേരിയേഷൻ, ഇവിടെ തിക്നെസ് കുറവാണ്, തിക്നെസ് കൂടി ഇവിടെ ഒരു പോർഷൻ വരും, വീണ്ടും കൂടി വരുമ്പോൾ ഇവിടെ ബോട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിക്നെസ് ആണ് വരുന്നത്. അപ്പം ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പിച്ച് സർക്കിൾ ഇതിലേക്കൂടെയാണ് പോയിരിക്കുന്നത്, അവിടെ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന തിക്നെസ് ആണ്, വിഡ്ത് എത്രയാണോ അതാണ് എന്തെന്ന് പറഞ്ഞാൽ ടൂത്തിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? നോക്കാം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂത്ത് തിക്നെസ് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൂത്ത് സ്പേസ് ആണ്. അതായത് രണ്ട് ടൂത്തുകൾക്ക്, അതായത് അതും പിച്ച് സർക്കിളിൽ രണ്ട് ടൂത്തുകൾക്കിടയ്ക്കുള്ള ഗ്യാപ്പ് ആണ് എന്ന് പറഞ്ഞാൽ ടൂത്ത് സ്പേസ് എന്ന് പറഞ്ഞാൽ. അടുത്ത ടേം സർക്കുലാർ പിച്ച് എന്ന് പറയുന്ന ടേമാണ്. സർക്കുലാർ പിച്ച്. എന്താണ് സർക്കുലാർ പിച്ച്? സർക്കുലാർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഓൺ ദി സർക്കംഫറൻസ് ഓഫ് ദി പിച്ച് സർക്കിൾ ഫ്രം എ പോയിന്റ് ഓഫ് വൺ ടൂത്ത് ടു ദി കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദി നെക്സ്റ്റ് ടൂത്ത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പറയുന്ന ഇതിന്റെ പിച്ച് സർക്കിളിന്റെ സർക്കംഫറൻസിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സർക്കംഫറൻസ് അറിയില്ല, സർക്കംഫറൻസ് ഇങ്ങനെയാ വരുന്നത്. അപ്പൊ സർക്കംഫറൻസ് പൊതുവെ നമ്മൾ പറയുന്നത് എന്താ? ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്തുവാ? പൈഡിയാണ് ആണല്ലോ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ആ പൈഡിയെ
നമ്പർ ഓഫ് ടൂത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൂത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ പിച്ച് പി സി എന്ന് പറഞ്ഞാൽ ഡി ഇസ് ഈക്വൽ ടു ഡി എന്താണ് ഇവിടെ വരുന്നത് ഡി വേറെ ഡി ഇസ് ഈക്വൽ ടു എന്ത് പറയും നമ്മൾ ഡി ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദി പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് പിച്ച് സർക്കിൾ ഡയ ഓഫ് പിച്ച് സർക്കിൾ ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പിച്ച് സർക്കിൾ ആണ് എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് ടീത്ത് ആണ് നമ്പർ ഓഫ് ടീത്ത് ആണ്. അപ്പം നെക്സ്റ്റ് നോക്കാം നമുക്ക് സർക്കുലർ പിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ടേം ആണ് ഡയമീറ്ററൽ പിച്ച് ഡയമീറ്ററൽ പിച്ച് എന്ന് പറയുന്നത്. ഡയമീറ്ററൽ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്ററൽ പിച്ച് പി ഡി ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടീത്ത് ടു ദി പിച്ച് സർക്കിൾ ഡയമീറ്റർ. നമ്പർ ഓഫ് ടീത്തിനെ പിച്ച് സർക്കിൾ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററൽ പിച്ച് എന്ന് പറഞ്ഞാൽ. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ പി സി എന്ന് എഴുതാം പൈ ബൈ പിച്ച് സർക്കിൾ എന്ന്. അപ്പം കാരണം എന്താ പിച്ച് സർക്കിൾ പൈ ബൈ പി സി എന്ന് പറഞ്ഞാൽ എന്തുവാ പി സി സിക്വൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചു പൈ ഡി ഡിവൈഡ് ബൈ ടി ആണ്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ പൈ ഡി ഇൻറ്റു ടി എന്ന് വരും ആണല്ലോ. പൈയും ക്യാൻസൽ ആയി പോയാൽ പിന്നെ എന്ത് തന്നെ വരും ടി ബൈ ഡി എന്ന് വരും. അപ്പം ഇത് തന്നെയല്ലേ ആൻസർ. അപ്പം അതിനെ നമുക്ക് എന്തൊന്നും കൂടെ എഴുതാം പൈ ബൈ പി സി എന്നും കൂടെ എഴുതാം. അതായത് പൈ ബൈ പിച്ച് സർക്കിൾ സോറി പൈ ബൈ സർക്കുലർ പിച്ച് എന്നും കൂടി നമുക്ക് ഡയമീറ്ററൽ പിച്ചിനെ എഴുതാൻ പറ്റും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ടേം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഗിയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മൊഡ്യൂൾ എം സ്മോൾ ലെറ്റർ എം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എം മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി പിച്ച് സർക്കിൾ ഡയമീറ്റർ ടു ദി നമ്പർ ഓഫ് ടീത്ത് ആണ്. അതായത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഡി ഡിവൈഡഡ് ബൈ ടി ആണ് എന്തെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ. ഇത് തിരിഞ്ഞു പോരുത് കാരണം ഡയമീറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ ടി ബൈ ഡി ആണ്. മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡി ബൈ ടി ആണ്. അതായത് പിച്ച് സർക്കിൾ ഡയമീറ്ററെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഗിയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടേം എന്ന് പറയാൻ കാരണം ഇത് വെച്ച് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കുലർ പിച്ച് പി സി, ഡയമീറ്ററൽ പിച്ച് പി ഡി, മൊഡ്യൂൾ, ഇതിനെ മൂന്നിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് പ്രോഡക്റ്റ് ഓഫ് പിച്ച് സർക്കിൾ ഇൻറ്റു മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾ ഇത്ര തന്നു കഴിഞ്ഞാൽ പിച്ച് സർക്കിൾ എത്രയാണെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് അത് ഗിയറിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പറയാം ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നതെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പം ജസ്റ്റ് അത്രയും പോയിന്റുകൾ മാത്രം ഓർത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നോക്കാം നെക്സ്റ്റ് ഗിയറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഗിയറിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് ഷാഫ്റ്റുകളിലേക്ക് പവർ ഇപ്പൊ ഇതൊരു ഷാഫ്റ്റിൽ നിന്ന് വേറൊരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നിരിക്കട്ടെ. പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം ഈ ഗിയറിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഷാഫ്റ്റിലാണ് ആണല്ലോ. ഈ ഗിയറിനെ കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്ത ഒരു ഷാഫ്റ്റിലാണ്. അപ്പം ഈ ഷാഫ്റ്റുകൾക്കിടയ്ക്ക് ഈ രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഷാഫ്റ്റ് കാണിച്ചിട്ടില്ല, ഇതിനകത്ത് ഹോളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്തൊരു ഷാഫ്റ്റ് ഉണ്ട്, ഇതിലൊരു ഷാഫ്റ്റ് ഉണ്ട്. ഈ രണ്ട് ഷാഫ്റ്റുകളും എങ്ങനെയാണുള്ളത് പാരലായിട്ടാണുള്ളത്. അപ്പം രണ്ട് പാരലൽ ഷാഫ്റ്റുകൾക്കിടയ്ക്കാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഷാഫ്റ്റുകൾക്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് പാരലൽ ഷാഫ്റ്റുകൾ, രണ്ട് പാരലൽ ഷാഫ്റ്റുകൾക്കിടയ്ക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിയർ ഉപയോഗിക്കും. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾക്ക് അറിയാലോ. ഇന്റർസെക്റ്റിംഗ് ഇപ്പൊ പാരലൽ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്കറിയാം രണ്ട് പാരലൽ ഷാഫ്റ്റ്. ഇന്റർസെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഷാഫ്റ്റിന്റെ ആക്സിസ് ഇതാണ്, അടുത്തൊരു ഷാഫ്റ്റിന്റെ ആക്സിസ് ഇതാണ്. അപ്പം ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ ഇന്റർസെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾക്കിടയ്ക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കുന്നുണ്ട് ഗിയർ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത് ഒരെണ്ണം ഉണ്ട്, അത് നോൺ പാരലൽ ആണ്. നോൺ പാരലൽ ആയിരിക്കും ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ആണ്. നോൺ ഇന്റർസെക്റ്റിംഗും ആണ്. നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ട്, അതായത് പാരലും അല്ല ഇന്റർസെക്റ്റിംഗും അല്ലാത്ത ഷാഫ്റ്റുകൾക്കിടയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ വെച്ചിട്ട് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയർ പറയുന്നത് സ്പർ ഗിയർ ആണ്. സ്പർ ഗിയർ ആണ്. എന്താണ് സ്പർ ഗിയർ നമുക്ക് നോക്കാം. സ്പർ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറയുന്നു സ്പർ ഗിയറിന്റെ കേസിൽ സ്പർ ഗിയർ ഹാവ് ടീത്ത് കട്ട് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഗിയർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗിയർ നോക്കി
ഈ ഗിയറിന്റെ ആക്സിസ് ഇതാണ്. ഈ ആക്സിസിന് പാരലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഒരു സർക്കുലർ പീസ് ആണ്. ആ സർക്കുലർ പീസിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? ഈ ഷാഫ്റ്റ്, ഇതിനകത്ത് ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ആ ആക്സിസിന് പാരലായിട്ടാണ് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതല്ല എന്താണ്? സ്പർ ഗിയർ ആണ്. അപ്പം ഈ സ്പർ ഗിയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഏത് ടൈപ്പ് ഷാഫ്റ്റുകളെയാ? രണ്ട് പാരലൽ ഷാഫ്റ്റുകളല്ലേ? അപ്പം രണ്ട് പാരലൽ ഷാഫ്റ്റുകൾക്ക് ഇടയ്ക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗിയർ ആണ് ഇതെന്ന് പറഞ്ഞാൽ സ്പർ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സ്പർ ഗിയർ. ഇത് നമുക്ക് ഇതിന്റെ ആനിമേഷനിലൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ സ്പർ ഗിയർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കൂ. അപ്പം ഇത് നോക്കൂ, രണ്ട് സ്പർ ഗിയറുകൾ എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇവിടെ രണ്ട് ഷാഫ്റ്റുകളെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ രണ്ട് ഗിയറുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗിയർ ആണ് ഹെലിക്കൽ ഗിയർ. ഹെലിക്കൽ ഗിയർ എന്താണ് ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞാൽ? അപ്പം ആദ്യം നമ്മൾ സ്പർ ഗിയറിന്റെ കേസ് പറഞ്ഞു. സ്പർ ഗിയറിനകത്ത് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ആക്സിസിന് അല്ലെ, ഇതിന്റെ ആക്സിസിന് പാരലായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇതിന്റെ ആക്സിസിന് എന്താണ്? ആക്സിസിൽ നിന്ന് ചരിഞ്ഞ് കുറച്ചൊരു ആംഗിളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ദ ടീത്ത് ആർ ഇൻക്ലൈൻഡ് ടു ദ ആക്സിസ് ഓഫ് ദി വീൽ അല്ലെങ്കിൽ ഗിയറിന്റെ ആക്സിസിന് ഒരു ചെറിയൊരു ആംഗിൾ രീതിയിലാണ് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെല്ലാം നമ്മൾ എന്തെന്നാ പറയുന്നത്? ആ ടൈപ്പ് ഗിയറുകളെ ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതിനെ മെഷ് ചെയ്ത് വരുന്ന ഗിയറും എന്ത് തന്നെയാണ്? ഇതുപോലെ ഹെലിക്കൽ ഗിയർ തന്നെയാണ്. അതായത് ഇൻക്ലൈൻഡ് ടീത്ത് വരുന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ എന്താണ്? പാരലൽ ഷാഫ്റ്റ് ആണ്. ഇവരെല്ലാം എന്താണ്? പാരലൽ ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഹെലിക്കൽ ഗിയറിൽ തന്നെ വേറെണ്ണമുണ്ട്. അതായത് ഡബിൾ ഹെലിക്കൽ ഗിയർ ഉണ്ട്. ഡബിൾ ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിയറിൽ തന്നെ, ഇത് നോക്കൂ, ഈ ഗിയറിൽ തന്നെ ഹെലിക്കൽ ഇങ്ങോട്ട് ഒരു സൈഡിലെ ഒരു ഡയറക്ഷനിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അടുത്ത ടീത്തും കട്ട് ചെയ്തു. ഇതെല്ലാം ഒരൊറ്റ ഗിയറിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒറ്റ വീലിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നത് ഹെറിംഗ് ബോൺ ഗിയർ എന്നാ പറയുന്നത്. എന്താണ്? ഹെറിംഗ് ബോൺ ഗിയർ. ഡബിൾ ഹെലിക്കൽ ഗിയറിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെറിംഗ് ബോൺ ഗിയർ എന്ന്. ഡബിൾ ഹെലിക്കൽ ഗിയർ. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പർ ഗിയർ ഒരു നോയ്സി ഓപ്പറേഷൻ ആണ്. സ്പർ ഗിയറിൽ എന്താണ്? ഒരു നോയ്സി ആൻഡ് നോൺ സ്മൂത്ത് ഓപ്പറേഷൻ ആണ്. നോയ്സി ആൻഡ് നോൺ സ്മൂത്ത് ഓപ്പറേഷൻ ആണ് ഏത്? സ്പർ ഗിയറിനത്. അതേസമയം ഹെലിക്കൽ ഗിയർ വരുന്ന സമയത്ത്, ഹെലിക്കൽ ഗിയർ തന്നെ ഡബിൾ ഹെലിക്കൽ വരുന്ന സമയത്ത് അവിടെ എന്താണ്? വളരെ സ്മൂത്ത് ഓപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ ആക്സിയൽ ത്രസ്റ്റ് ഇവർ, അതായത് രണ്ട് ഗിയർ തമ്മിൽ മെഷ് ചെയ്യുന്ന ഉണ്ടാവുന്ന ആ ത്രസ്റ്റ് ഇവിടെ എന്താണ്? ഡബിൾ ഹെലിക്കൽ ഗിയറിൽ 0 ആണ്. അപ്പം അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ആക്സിയൽ ത്രസ്റ്റ് ഏറ്റവും കുറവുള്ള അല്ലെങ്കിൽ 0 ആയിട്ടുള്ള ഗിയർ ഏതെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ പറയുന്നത് ഡബിൾ ഹെലിക്കൽ ഗിയർ ആണ്. ഡബിൾ ഹെലിക്കൽ ഗിയർ ഈസ് കാൾഡ് ഹെറിംഗ് ബോൺ ഗിയർ എന്നാണ് നമ്മൾ പറയുന്നത്. ഡബിൾ ഹെലിക്കൽ ഗിയർ ഈസ് കാൾഡ് ഹെറിംഗ് ബോൺ ഗിയർ ആണ് ഏത്? ബെവൽ ഗിയർ. നെക്സ്റ്റ് ഗിയറിന്റെ പേരാണ് ബെവൽ ഗിയർ. അപ്പം ബെവൽ ഗിയറിൽ നിന്ന് നമുക്ക് കുറെ അധികം ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. ബെവൽ ഗിയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കൂ, രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ, രണ്ട് ഷാഫ്റ്റിനകത്ത് അതിന്റെ ആക്സിസ് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇന്റർസെക്റ്റിംഗ് അല്ലെ? ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഒരു മൂന്ന് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് പാരലൽ ഷാഫ്റ്റ്. അപ്പം പാരലൽ ഷാഫ്റ്റ് ആയിരുന്നു. അപ്പം ഏതൊക്കെയായിരുന്നു? സ്പർ ഗിയർ ഉണ്ടായിരുന്നു, ഹെലിക്കൽ ഗിയർ ഉണ്ടായിരുന്നു. ഇതെന്താണ്? ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളാണ്. അപ്പം ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ നമ്മൾ ഏത് ഉപയോഗിച്ചിട്ടു? ബെവൽ ഗിയർ ഉപയോഗിച്ചു. ഈ ബെവൽ ഗിയർ മൂന്ന് ടൈപ്സുകളുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ട്രെയിറ്റ് ബെവൽ ഗിയർ ഉണ്ട്. സ്ട്രെയിറ്റ് ബെവൽ ഗിയർ എന്താണ്? സ്ട്രെയിറ്റ് ബെവൽ ഗിയർ ഉണ്ട്. രണ്ടാമത്തത് സ്പൈറൽ ബെവൽ ഗിയർ. എന്താണ്? സ്പൈറൽ ബെവൽ ഗിയർ ആണ്. സ്പൈറൽ ബെവൽ ഗിയർ ആണ്. ഇനിയുണ്ട്, വേറെ ഉണ്ട്. അപ്പം സ്ട്രെയിറ്റ് ബെവൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് സ്ട്രെയിറ്റ് ബെവൽ ഗിയർ എന്നും, ഇനി ഇതേമാതിരി സ്പൈറൽ ആയിട്ടാണ്, അതായത് ഒരു കർവ്ഡ് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ സ്പൈറൽ ബെവൽ ഗിയർ എന്നാണ് പറയുന്നത്. സ്പൈറൽ ബെവൽ ഗിയർ എന്നാണ് പറയുന്നത്. ഇനി ബെവൽ ഗിയറിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളാണെന്ന് പറഞ്ഞു. ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ടീത്തിന്റെ തിക്നെസ്. അപ്പം ടീത്തിന്റെ തിക്നെസ് ഇവിടുത്തെ തിക്നെസ് ആയിരിക്കത്തില്ല, ഇവിടെ ഉണ്ടായിരിക്കും തിക്നെസ്. അതായത് തിക്നെസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അതായത് തിക്നെസ് ചേഞ്ച്, ലെങ്തിനനുസരിച്ച് തിക്നെസ് കുറയുന്ന ഒരു ഗിയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെവൽ ഗിയർ ആണ്. അതായത് തിക്നെസ്സിനനുസരിച്ചിട്ട് ലെങ്തിനനുസരിച്ചിട്ട്, അതായത് ലെങ്തിനനുസരിച്ചിട്ട് തിക്നെസ് കുറയുന്ന ഒരു ഗിയറും ബെവൽ ഗിയർ ആണ്.
ക്ലിയർ ആണല്ലോ. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ തിക്നെസ്സും തമ്മിൽ എന്താണ് ഡിഫറന്റ് ആണ്. അതായത് തിക്നെസ് ഇവിടെ കൂടുതലും ഈ എൻഡിൽ കുറവാണ്. അപ്പൊ അങ്ങനെ വരുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ബെവൽ ഗിയർ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ പറഞ്ഞു ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളാണെന്ന്. അപ്പം ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ ആയതുകൊണ്ട് അറ്റ് ആൻ ആംഗിൾ, അപ്പം അത് 90 ഡിഗ്രി ആവാം, അല്ലെന്നുണ്ടെങ്കിൽ എനി ഡിഗ്രി ആവാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻസ് കൂടി അവിടെ ഉണ്ട്. ഗിയറുകളെ തമ്മിൽ അതായത് ഏത് ഡിഫറെന്റ് ആംഗിളിലും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അതായത് ഡിഫറെന്റ് ആംഗിളുകൾ തമ്മിൽ രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗിയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? ബെവൽ ഗിയർ ആണ്. അതായത് ഡിഫറെന്റ് ആംഗിൾ കണക്ട്. പക്ഷേ മോസ്റ്റ് കോമൺലി നമ്മൾ എത്ര ഡിഗ്രിയിൽ കണക്ട് ചെയ്യുള്ളൂ? 90 ഡിഗ്രി. മോസ്റ്റ് കോമൺലി 90 ഡിഗ്രിയാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഡിഫറെന്റ് ആംഗിളിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതും ഏതാണ്? ബെവൽ ഗിയർ ആണ്. മോസ്റ്റ് കോമൺലി 90 ഡിഗ്രിയാണ്. അപ്പൊ അവിടെ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ? നോക്കൂ, ഇവിടെ നോക്കാം. ഇവിടെ ടീത്തിന്റെ എണ്ണം, ഈ പറയുന്ന ഇത് ഡ്രൈവർ, ഇത് ഡ്രിവണുമാണെന്നിരിക്കട്ടെ. ഇത് ഡ്രൈവർ, ഇത് ഡ്രിവണുമായിരിക്കട്ടെ. അപ്പൊ ഇവിടുത്തെ ടീത്തിന്റെ എണ്ണം അല്ല ഇവിടുത്തെ ടീത്തിന്റെ എണ്ണം. ഇവിടെ ടീത്തുകളുടെ എണ്ണം കൂടുതലും, ഇവിടെ എന്താണ്? കുറവാണ്. ഈ ഗിയർ നോക്കുവാണെങ്കിൽ ഈ ഗിയറിന്റെ ടീത്തും ഈ ഗിയറിന്റെ ടീത്തും എന്ത് തന്നെയാണ്? സെയിം ആണ്. എണ്ണം സെയിം ആണ്. അപ്പൊ എണ്ണം സെയിം മാത്രമല്ല, ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് ആംഗിളിലാണ്? 90 ഡിഗ്രിയിലാണ്. ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് 90 ഡിഗ്രിയിലാണ്. അങ്ങനെ ടീത്തുകളുടെ എണ്ണം, അതായത് ബെവൽ ഗിയർ വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ആൻഡ് കണക്റ്റഡ് അറ്റ് 90 ഡിഗ്രിയിൽ, അല്ലെങ്കിൽ കണക്റ്റഡ് അറ്റ് 90 ഡിഗ്രി ആണെങ്കിൽ ആ ടൈപ്പ് ഗിയറുകളെ നമ്മൾ വേറൊരു പേര് പറയും, മൈറ്റർ ഗിയർ എന്നാണ് പറയുന്നത്. മൈറ്റർ ഗിയർ എന്ന് പറയും. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഗിയറിനകത്ത് എന്താണ് മൈറ്റർ ഗിയർ? മൈറ്റർ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെവൽ ഗിയറുകളെ, ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ഉള്ള രണ്ട് ബെവൽ ഗിയറുകളെ 90 ഡിഗ്രിയിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ ആ കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈറ്റർ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അത്രയുമാണ് അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ബെവൽ ഗിയറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗിയർ നോക്കൂ. നെക്സ്റ്റ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോം ഗിയർ ആണ്. എന്താണ്? വോം ഗിയർ ആണ്. നെക്സ്റ്റ് ഗിയർ വോം ഗിയർ ആണ്. അപ്പം വോം ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്, ഇവിടെ നോക്കൂ, നേരത്തെ 3 കണ്ടീഷൻ പറയുമ്പോൾ പാരലൽ ഷാഫ്റ്റ്, ഇന്റർസെക്ടിങ് ഷാഫ്റ്റ്, നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ്. ഇവിടെ നോക്കൂ, ഇതിന്റെ ആക്സിസും ഇതിന്റെ ആക്സിസും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താണ്? ഇത് ഇന്റർസെക്ട് ചെയ്യുന്നതും ഇല്ല, പാരലും അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇതിനകത്ത് വരുന്നതാണ് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് വരുന്നതാണ്. നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റിനകത്ത് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗിയർ ആണ് ഇതെന്ന് പറഞ്ഞാൽ വോം ഗിയർ എന്ന് പറഞ്ഞത്. ഈ വോം ഗിയറിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പീഡ് റിഡക്ഷന് വേണ്ടി. ഇതാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. എന്താ പറഞ്ഞാൽ സ്പീഡ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗിയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് വോം ഗിയർ ആണ്. അപ്പൊ വോം ഗിയറിനകത്ത് ഇതാണ് അതിന്റെ ഗിയർ എന്ന് പറയുന്നത്, ഗിയർ അല്ലെങ്കിൽ വീൽ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് പിനിയൻ എന്നാണ് പറയുന്നത്. ഇതിനെ പിനിയൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ പിനിയനകത്ത് നോക്കിയേ, ഗിയർ കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെ? ഒരു ഹെലിക്കൽ ഗ്രൂസ് അല്ല കട്ട് ചെയ്ത്. ഇതെന്താ? ത്രെഡ് തോന്നുന്നില്ലേ? ഇതൊരു ത്രെഡ് പോലെയല്ലേ തോന്നുന്നത്? അപ്പം ത്രെഡ് പഠിച്ചു വന്ന സമയത്ത് നമ്മൾ ഒരു ത്രെഡ് പഠിച്ച ഓർമ്മയുണ്ടോ? വോം ത്രെഡ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? വോം ത്രെഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വോം ത്രെഡിനെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടി പറഞ്ഞു. വോം ത്രെഡിനെ എന്താട്ടാ? മൊഡ്യൂളിൽ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. മൊഡ്യൂളിൽ റെപ്രസെന്റ് ചെയ്യുന്നു. കാരണം ഇപ്പൊ മനസ്സിലായോ മൊഡ്യൂൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന്? ഗിയറിനകത്തുള്ള ടേം ആണ് എന്തെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ. മൊഡ്യൂൾ നമുക്കറിയാം എന്താണ്? D/T ആണ്. ആ മൊഡ്യൂൾ റെപ്രസെന്റ് ചെയ്യുന്ന ത്രെഡ് ആയതുകൊണ്ടാണ് എന്തുകൊണ്ട് പറയുന്നത് ഇവിടെ വോം ഗിയറിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? വോം ഗിയറിനെ. അപ്പം വോം ഗിയറിന് മൊഡ്യൂൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ത്രെഡ് വോം ത്രെഡ് ആണ്. അത് എവിടെ ഉപയോഗിക്കുന്നു? വോം ഗിയറിനകത്ത് ഉപയോഗിക്കുന്നു. വോം ഗിയർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സ്പീഡ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് വോം ഗിയർ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഗിയർ ആണ് ഹൈപ്പോയിഡ് ഗിയർ. നെക്സ്റ്റ് ഗിയർ ആണ് ഹൈപ്പോയിഡ് ഗിയർ. ഹൈപ്പോയിഡ് ഗിയർ. ഹൈപ്പോയിഡ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്ത് തന്നെയാ? നമ്മുടെ ബെവൽ ഗിയർ തന്നെയാണ്. എന്താണ്? ബെവൽ ഗിയർ തന്നെയാണ്. പക്ഷെ നോക്കിയേ, ബെവൽ ഗിയർ ആണെങ്കിലും ഇതിന്റെ ആക്സിസ് തമ്മിൽ എന്താണ്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ഇതാ ഒരു ഓഫ്സെറ്റ് ഇട്ടാണ് ഇത് പിനിയനെയും വീലിനെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കും, ഇല്ല ഗിയറിനെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗിയറുകളെ നമ്മൾ എന്താ പറയുന്നത്? ഹൈപ്പോയിഡ് ഗിയർ എന്ന് പറയുന്നത്. ഈ ഹൈപ്പോയിഡ് ഗിയറിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഹൈപ്പോയിഡ് ഗിയറിനകത്ത് ഇതിന്റെ ആക്സിസ് പാരലാണോ? അല്ല. അതിന്റെ ആക്സിസ് നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്നോണ്ടില്ല. അപ്പൊ അത് ഇതുകൊണ്ട് അതെന്താണ്? ഒരു നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റുകൾക്കാണ് ഏത് ഉപയോഗിക്കുന്നത്? ഏത് ഷാഫ്റ്റുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ ഹൈപ്പോയിഡ് ഗിയർ. അപ്പം വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ഷാഫ്റ്റുകള്, ഇന്റർസെക്ടിങ് ആയിട്ടുള്ള ഷാഫ്റ്റുകള്, പിന്നെ ഏതാണ്?
നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റുകൾ. അപ്പം പാരലലിനകത്ത് വരുന്ന ഏതൊക്കെയായിരുന്നു? സ്പർ ആൻഡ് ഹെലിക്കൽ ഗിയർ. ഹെലിക്കലിൽ തന്നെ ഏതുണ്ട്? ഡബിൾ ഹെലിക്കൽ ഉണ്ട്, അതായത് ഹെറിംഗ് ബോൺ ഗിയർ ഉണ്ട്. ഇന്റർസെക്ടിങ് വരുമ്പോൾ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ബെവൽ ഗിയർ ഉണ്ട്. പക്ഷെ നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വോം ഗിയർ ഉണ്ട്. അടുത്ത ഏതുണ്ട്? ഹൈപ്പോയിഡ് ഗിയർ ഉണ്ട്. ഇനിയുണ്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്, അത് സ്പൈറൽ ഗിയർ ആണ്. അത് സ്പൈറൽ ഗിയർ ആണ്. അപ്പം സ്പൈറൽ ഗിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പൈറൽ ഗിയർ എന്താണെന്ന് നോക്കാം. സ്പൈറൽ ഗിയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഹെലിക്കൽ ഗിയർ തന്നെയാണ്. എന്താണ്? ഹെലിക്കൽ ഗിയർ ആണ്. പക്ഷേ എങ്കിൽ അതിന്റെ ആക്സിസ് നോക്കൂ, ആക്സിസ് പാരലും അല്ല ഇന്റർസെക്ടിങ്ങും അല്ല. അതുകൊണ്ട് ഇതും ഇതിനകത്ത് വരുന്ന നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിനകത്ത് വരുന്നത്. അപ്പൊ നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ്ങിനകത്ത് വരുന്ന ഗിയറുകളാണ് ഏതെന്ന് പറഞ്ഞാൽ വോം ഗിയർ, ഹൈപ്പോയിഡ് ഗിയർ, പിന്നെ ഏതാണ്? സ്പൈറൽ ഗിയർ. സ്പൈറൽ ഗിയർ ഇത് മൂന്നും കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പം ഇത് ഇത്രയും നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗിയറുകളാണ്. ഗിയർ വരുന്നതാണ് റാക്ക് ആൻഡ് പിനിയൻ. റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അതിന്റെ റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിനിയനുമാണ്. റാക്ക് ഇത് റാക്ക് ആൻഡ് പിനിയൻ ഗിയർ എന്ന് പറയുന്നത്. അപ്പം ഈ ഗിയർ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ റോട്ടറി മോഷനെ ലീനിയർ മോഷനായിട്ടോ അല്ലെങ്കിൽ ലീനിയർ മോഷനെ റോട്ടറി മോഷനായിട്ടോ കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ഇപ്പം റോട്ടറി മോഷൻ ആണെങ്കിൽ അതിനെ എന്തായിട്ട് കൺവെർട്ട് ചെയ്യുന്നു? അതിനെ എന്തായിട്ട് കൺവെർട്ട് ചെയ്യുന്നു? ലീനിയർ മോഷനായിട്ട് കൺവെർട്ട് ചെയ്യുന്നു. ഇനി തിരിച്ച് അതേപോലെ ലീനിയർ മോഷൻ എന്തായിട്ട് കൺവെർട്ട് ചെയ്യാം? റോട്ടറി മോഷൻ. അതായത് നോക്കാം, ഇവിടെ ഈ പിനിയനാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ റാക്ക് എന്ത് ചെയ്തേ ഉള്ളൂ? ഇങ്ങോട്ട് മൂവ് ചെയ്യത്തതേ ഉള്ളൂ. റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തതേ ഉള്ളൂ. ഇനി തിരിച്ച് റാക്കാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗിയർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതാണ് റോട്ടറി മോഷനെ ലീനിയർ മോഷനായിട്ടോ അല്ലെങ്കിൽ ലീനിയർ മോഷനെ റോട്ടറി മോഷനായിട്ടോ കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? റാക്ക് ആൻഡ് പിനിയൻ ഉപയോഗിക്കുന്നത്. ഗിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗിയർ ഹാവിംഗ് ടീത്ത് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ആക്സിസിന് ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ടീത്തുകളെ നമ്മൾ എന്താ പറയുന്നത്? സ്പർ ഗിയർ എന്നാ പറയുന്നത്. ആണല്ലോ. ഹെലിക്കൽ ഗിയർ എന്താ? ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ബെവൽ ഗിയർ അല്ല. ഏതാണ്? സ്പൈറൽ ഗിയർ അല്ല. അപ്പൊ പിന്നെ ഏതാണ്? സ്പർ ഗിയർ ആണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോളോയിങ് ഗിയേഴ്സ് ആർ യൂസ്ഡ് ടു കണക്ട് ടു പാരലൽ ഷാഫ്റ്റ് എക്സെപ്റ്റ്. രണ്ട് പാരലൽ ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗിയർ ഏതാണ്? ഇതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം ഏതാ? പാരലൽ ഷാഫ്റ്റിലെ കണക്ട് ചെയ്യുന്നതാണ്. ഏതാ? സ്പർ ഗിയർ പാരലൽ ഷാഫ്റ്റിനെ കണക്ട് ചെയ്യുന്നതാണ്. ആണല്ലോ. ഡബിൾ ഹെലിക്കൽ ഗിയറും പാരലൽ ഷാഫ്റ്റിനെ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഏതേ ഉള്ളൂ ആൻസർ റോങ് ആയിട്ടുള്ളത്? ബെവൽ ഗിയർ എന്താ? 90 ഡിഗ്രി ആയിട്ട് ഉള്ളതാണ്. അപ്പം ഈ ആൻസർ തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ബെവൽ ഗിയർ ആണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഗിയേഴ്സ് യൂസ്ഡ് ടു കണക്ട് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ്. നോൺ പാരലലും നോൺ ഇന്റർസെക്ടിങ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യുന്നത് ഏതാണെന്നാണ്. അപ്പൊ നമുക്കറിയാം ഏത് ഗിയർ ആണ്? ഏത് ഗിയർ ആയിരിക്കും? ഗിയർ യൂസ്ഡ് ടു കണക്ട് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ് ആണോ? ഡബിൾ ഹെലിക്കൽ ഗിയർ ആണോ? അല്ല. സ്ട്രെയിറ്റ് ബെവൽ ഗിയർ ആണോ? അല്ല. സ്പൈറൽ ബെവൽ ഗിയർ ആണോ? അല്ല. പിന്നെ ഏതാണ്? സ്പൈറൽ ഗിയർ ആണ്. അപ്പം ഇവിടെ ഒരു സംശയം വരരുത്, സ്പൈറൽ ബെവൽ ഗിയറും സ്പൈറൽ ഗിയറും ഒന്നല്ലേ എന്നൊരു സംശയം വരരുത്. അതായത് സ്പൈറൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെലിക്കൽ ഗിയർ ആണ്. പക്ഷേ അത് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ കാണിച്ചാണ് അത് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ് ആണ്. ഈ ബെവൽ ഗിയർ നമുക്കറിയാം 90 ഡിഗ്രിയിൽ കണക്ട് ചെയ്യുന്നതാണ്. 90 ഡിഗ്രി കണക്ട് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് തന്നെ ടീത്ത് എന്തുണ്ട്? സ്ട്രെയിറ്റ് ഉണ്ട്. അതായത് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലായിട്ട് കട്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ബെവൽ ഗിയറും അല്ല. അതിന് എന്തായിട്ട് സ്പൈറൽ ആയിട്ട് ഇങ്ങനെ കർവേച്ചർ ആയിട്ട് കട്ട് ചെയ്യുന്നത് എന്താണ്? സ്പൈറൽ ബെവൽ ഗിയറും ആണ്. അപ്പം അത് ഇതല്ല ആൻസർ കേട്ടോ. അപ്പം ഇത് ഒരിക്കലും അങ്ങനെ തിരിഞ്ഞു പോരുത്. സ്പൈറൽ ബെവൽ ഗിയർ വേറെ, സ്പൈറൽ ഗിയർ വേറെ. സ്പൈറൽ ബെവൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെവൽ ഗിയറിന്റെ വേറെ ടൈപ്സ് ആണ്. സ്പൈറൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ് ആണ്. അതൊരു ഹെലിക്കൽ ഗിയറിന്റെ വേറെ ടൈപ്പ് ആണ്. അതാണ് സ്പൈറൽ ഗിയർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡബിൾ ഹെലിക്കൽ ഗിയർ ഈസ് ആൾസോ കാൾഡ്. ഡബിൾ ഹെലിക്കൽ ഗിയറിനെ നമ്മൾ എന്താ പറയുന്നത്? ഡബിൾ ഹെലിക്കൽ ഗിയറിനെ നമ്മൾ പറയുന്നത് ഹെറിംഗ് ബോൺ ഗിയർ എന്നാണ്. സംശയമില്ലല്ലോ, ഹെറിംഗ് ബോൺ ഗിയർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗിയർ ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഇന്റർസെക്ടിങ് ഷാഫ്റ്റ് ആക്സസ്. ഇന്റർസെക്ടിങ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഏതാ ഉപയോഗിക്കുന്നത്?
ബവൽ സംശയമില്ല, ബവൽ ഗിയർ ആണ്, വോം ഗിയർ അല്ല, അത് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഗിയർ യൂസ്ഡ് ടു കൺവേർട്ട് റോട്ടറി മോഷൻ ഇൻടു ലീനിയർ മോഷൻ ആയിട്ട്, റോട്ടറി മോഷനെ ലീനിയർ മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് റാക്ക് ആൻഡ് പിനിയൻ ആണ്, റാക്ക് ആൻഡ് പിനിയൻ ആണ് റോട്ടറി മോഷനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർഡ് ഫോർ മിനിമം ആക്സിയൽ ത്രസ്റ്റ്. ആക്സിയൽ ത്രസ്റ്റ് മിനിമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്, ഹെറിംഗ്ബോൺ ഗിയർ, ഹെറിംഗ്ബോൺ ഗിയർ അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ ഗിയർ. ഡബിൾ ഹെലിക്കൽ ഗിയറിനെ ഹെറിംഗ്ബോൺ ഗിയർ എന്ന് പറയുന്നത്, അതിനാണ് ആക്സിയൽ ത്രസ്റ്റ് നമ്മൾ എത്രയെന്ന് പറഞ്ഞത്, 0 എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗിയർ വീൽ ഓഫ് ഇൻഫൈനൈറ്റ് ഡയമീറ്റർ ഈസ് കാൾഡ്, എന്താണ്, റാക്ക്. കാരണം റാക്ക് ആൻഡ് പിനിയനകത്ത് ബാക്കിയെല്ലാം എന്താണ്, സർക്കുലർ, എല്ലാം സർക്കുലർ പീസുകളാണ്. റാക്ക് ആൻഡ് പിനിയനകത്ത് മാത്രം റാക്ക് എന്താണ്, ഒരു ലെങ്ത് പീസ് ആണ്. അപ്പൊ ലെങ്ത് പീസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്, വീൽ ഓഫ് ഇൻഫൈനൈറ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പം റാക്ക് ആണ് എന്ന് പറയുന്നത് ഗിയർ വീൽ ഓഫ് ഇൻഫൈനൈറ്റ് ഡയമീറ്റർ ഈസ് കാൾഡ് റാക്ക് നമ്മൾ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഗിയർ വുഡ് യൂസ് ടു ലാർജ് ഗിയർ റിഡക്ഷൻ. ഗിയർ റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്, വോം ഗിയർ ആണ്. വോം ഗിയർ ആണ് ഗിയർ റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത മൈറ്റർ ഗിയർ ആർ, മൈറ്റർ ഗിയേഴ്സ് ആണ്. എന്താണ് മൈറ്റർ ഗിയർ എന്ന് പറയുന്നത്, മൈറ്റർ ഗിയർ നമുക്കറിയാം എന്താണ്, ബെവൽ ഗിയർ ആണ് മൈറ്റർ ഗിയർ എന്ന് പറയുന്നത്. എങ്ങനെയാണ്, ബെവൽ ഗിയറിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ആണ്, ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ആണ്. പിന്നെ അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, 90 ഡിഗ്രി ആണ്. അപ്പം ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഗിയറിനെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഗിയറിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ഗിയർ, ഇത് ഒന്നാമത്തെ ഗിയർ, ഇത് രണ്ടാമത്തെ ഗിയർ, ഈ രണ്ട് ഗിയറുകൾ ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ആണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെയായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ആയിരിക്കും. ഗിയർ റേഷ്യോ 1 ആണ്. അപ്പൊ അതും കൂടെ ഓർത്തിരിക്കാം, മൈറ്റർ ഗിയറിനകത്ത് ഗിയർ റേഷ്യോ 1 ആണ്. അതേപോലെ തന്നെ അത് കണക്ട് ചെയ്തിരിക്കുന്നത് എത്ര, 90 ഡിഗ്രിയിലാണ്, ബെവൽ ഗിയർ ആണ്. അപ്പം ബെവൽ ഗിയേഴ്സ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ഓർ ഗിയർ റേഷ്യോ 1, അല്ലെങ്കിൽ അത് കണക്ട് ചെയ്തിരിക്കുന്നത് 90 ഡിഗ്രിയിലാണ്. ഇത്രയാണ് മൈറ്റർ ഗിയർ എന്ന് പറയുന്നത്. അടുത്ത സൈസ് ഓഫ് ഗിയർ ഈസ് യൂഷ്വലി സ്പെസിഫൈഡ് ബൈ, എന്ന് വെച്ചിട്ടാ പിച്ച് സർക്കിൾ ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഗിയറിനെ യൂഷ്വലി സ്പെസിഫൈ ചെയ്യുന്നത് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ്, പിച്ച് സർക്കിൾ ഡയമീറ്റർ ഉപയോഗിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, imaginary circle which by pure rolling action provides the same motion as the actual gear is called. എന്തെന്ന് നമ്മൾ അതിന് പറയുക, ആക്ച്വൽ, അതിനെ നമ്മൾ പറയുന്നത് എന്താണ്, പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ പിച്ച് സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്യുവർ റോളിംഗ് ആക്ഷൻ നടക്കുന്നത്. അപ്പൊ അടുത്ത് നോക്കി, ദി ടോപ്പ് സർഫസ് ഓഫ് ദ ടൂത്ത് ഈസ് നോൺ ആസ്, ടോപ്പ് സർഫസിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടോപ്പ് ലാൻഡ് എന്ന് പറയുന്നത്. ടോപ്പ് സർഫസ് ഓഫ് എ ടൂത്ത് ഈസ് കാൾഡ് ടോപ്പ് ലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ ടോപ്പ് ഓഫ് ദ ടിപ്പ് ഓഫ് ടീത്ത് ഈസ് കാൾഡ്. എന്ത് നമ്മൾ അതിനെന്ത് പറയും, അഡൻഡം സർക്കിൾ എന്ന് പറയും. ക്ലിയർ ആണല്ലോ, ഡിഡൻഡം സർക്കിൾ അതിലെ കൂടെ പോകുന്ന, ബോട്ടത്തിൽ കൂടെ പോകുന്നതാണ്. അടുത്ത, ദ റേഡിയൽ ഡെപ്ത് ഓഫ് ദ ടൂത്ത് ബിലോ ദ പിച്ച് സർക്കിൾ ഈസ് നോൺ ആസ്, അതായത് മേളിൽ കൂടെ ഒരു സർക്കിൾ ഉണ്ട്, അത് അഡൻഡം സർക്കിൾ ആണ്. താഴെ കൂടെ ഒരു സർക്കിൾ ഉണ്ട്, അത് ഡിഡൻഡം സർക്കിൾ ആണ്. ഇതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് എന്തുണ്ട്, പിച്ച് സർക്കിൾ ഉണ്ട്. അപ്പം അഡൻഡം സർക്കിളിന്റെയും പിച്ച് സർക്കിളിന്റെയും ഇടയ്ക്കുള്ള ദൂരം അഡൻഡവും, ഇതിന്റെ ഇടയ്ക്കുള്ള ദൂരം ഡിഡൻഡവും ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, റേഡിയൽ ഡെപ്ത് ഓഫ് ദ ടൂത്ത് ബിലോ ദ പിച്ച് സർക്കിൾ ഈസ് കാൾഡ്, എന്തെന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, ഡിഡൻഡം എന്ന് പറയും. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഫുൾ ഡെപ്ത് ഓഫ് ദ ടീത്ത് ഈസ് ഈക്വൽ ടു, ഫുൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയും, ഫുൾ ഡെപ്ത് ഓഫ് ദ ടീത്ത് ഈസ് ഈക്വൽ ടു, ഫുൾ ഡെപ്ത് എങ്ങനെയാ, അഡൻഡവും ഡിഡൻഡവും കൂടെ കൂട്ടുന്നില്ലേ, ഫുൾ. അപ്പം ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അഡൻഡവും ഡിഡൻഡവും കൂടെ കൂട്ടുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ഓഫ് പിച്ച് സർക്കിൾ ടു ദി നമ്പർ ഓഫ് ടീത്ത് ഇസ് കാൾഡ്, എന്താ, ദ റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ഓഫ് ദി പിച്ച് സർക്കിൾ ടു ദി നമ്പർ ഓഫ് ടീത്ത് ഇസ് കാൾഡ്, എന്താണ്, സർക്കുലർ പിച്ച്, സർക്കുലർ പിച്ച്, PC ആണല്ലോ, സർക്കുലർ പിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, the ratio of circumference of pitch circle to the number of teeth is called, എന്താണ് അതിന്റെ ആൻസർ, എന്താ, മൊഡ്യൂൾ അല്ലേ, മൊഡ്യൂൾ M is equal to എന്താണ്, മൊഡ്യൂൾ M is equal to എന്താണ്, D/T ആണ്, ആണല്ലോ, D/T ആണ്, മൊഡ്യൂൾ ആണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൊഡ്യൂൾ ഓഫ് 2 mating gears must be, മൊഡ്യൂൾ ഓഫ് 2 mating gears must be എത്രയാണ്, സെയിം ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. രണ്ട് മേറ്റിംഗ് ഗിയറുകൾ ഉണ്ടെങ്കിൽ, രണ്ട് മേറ്റിംഗ് ഗിയർ, അതായത് ഇതിനെ മെഷ് ചെയ്യുന്ന വേറൊരു ഗിയർ കൂടെ വരുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെയും മൊഡ്യൂൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. മൊഡ്യൂള് സെയിം ആയിരിക്കും. രണ്ട് മേറ്റിംഗ് ഗിയേഴ്സുകളുടെ മൊഡ്യൂൾ എപ്പോഴും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദി പ്രോഡക്റ്റ് ഓഫ് ഡയമീറ്ററൽ പിച്ച് ആൻഡ് സർക്കുലർ പിച്ച് ഈസ് നോൺ ആസ്, ഡയമീറ്ററൽ പിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം PD,
പി ഡി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? പി ഡി ഈസ് ഈക്വൽ ടു ഡയമീറ്റർ പിച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ബൈ ഡി ആണ്. ടി ബൈ ഡി ആണ്. ഡയമീറ്റർ പിച്ച് ഇൻറ്റു ദി സർക്കുലർ പിച്ച്. സർക്കുലർ പിച്ച് പി സി നമുക്കറിയാം. സർക്കുലർ പിച്ച് പി സി ഈസ് ഈക്വൽ ടു എന്താണ്? പൈ ഡി ഡിവൈഡഡ് ബൈ ടി ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഇൻറ്റു പൈ ഡി ഡിവൈഡഡ് ബൈ ടി ആണ്. ടി ക്യാൻസൽ, ഡി ഡി ക്യാൻസൽ, ബാക്കി ആൻസർ എന്താണ്? പൈ ആണ് അതിന്റെ ആൻസർ. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the ratio of circular pitch and the module is. The ratio of circular pitch and the module is. അതായത് സർക്കുലർ പിച്ച് പി സിയും മൊഡ്യൂളും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? സർക്കുലർ പിച്ച് പി സി എന്ന് പറഞ്ഞാൽ എന്താ? സർക്കുലർ പിച്ച് പി സി ഈക്വൽ ടു പൈ ഡി ഡിവൈഡഡ് ബൈ ടി ഡിവൈഡഡ് ബൈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊഡ്യൂൾ ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതുന്നത്? മൊഡ്യൂൾ ഇസ് ഈക്വൽ ടു ഡി ബൈ ടി ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പൈ ഡി ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ടി ബൈ ഡി എന്ന് എഴുതിക്കൂടെ? ഡി ഡി ക്യാൻസൽ, ടി ടി ക്യാൻസൽ, പിന്നെ എന്താ ആൻസർ? അതും പൈ ആണ് ആൻസർ എന്ന് പറഞ്ഞാൽ. പിന്നീടുള്ള ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാറുണ്ട്. അതായത് മൊഡ്യൂൾ ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുകയാണോ? മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര എം ആണ്, അതായത് 3.5 ആണ്. മൊഡ്യൂൾ 3.5 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കുലർ പിച്ച് പി സി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. സർക്കുലർ പിച്ച് പി സി എത്രയാണ്? നമുക്ക് എഴുതാം പൈ സർക്കുലർ പിച്ച് ഈസ് ഈക്വൽ ടു പൈ ഡി ഡിവൈഡ് ബൈ ടി ആണ്. അപ്പം ഡി ബൈ ടി എന്ന് പറയുന്നത് എന്തുവാ? മൊഡ്യൂൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? പൈ ഇൻറ്റു മൊഡ്യൂൾ ആണ് എന്തെന്ന് പറഞ്ഞാൽ സർക്കുലർ പിച്ച് എന്ന് പറയുന്നത്. അപ്പം 3.14 ഇൻറ്റു 3.5, അപ്പൊ നമുക്ക് ഏകദേശം എത്ര കിട്ടും? 11 കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരും. അതായത് മൊഡ്യൂൾ തന്നിട്ട് സർക്കുലർ പിച്ച് പി സി എത്രയാണെന്ന് ചോദിക്കും. അപ്പം മൊഡ്യൂൾ തന്നിട്ട് സർക്കുലർ പിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് ഇക്വേഷൻസ് അറിയാം. ഇക്വേഷൻസ് എന്താ? നമുക്ക് ഒന്നുകൂടി എഴുതാം. അതായത് സർക്കുലർ പിച്ച് പി സി ഈസ് ഈക്വൽ ടു പൈ ഡി ഡിവൈഡഡ് ബൈ ടി ആണ്. വേറെ ഡി ബൈ ടി എന്ന് പറയുന്നത് മൊഡ്യൂൾ ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് എഴുതാം? പൈ ഇൻറ്റു മൊഡ്യൂൾ എന്ന് എഴുതാം. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മൊഡ്യൂൾ 3.5 ആണെന്നുണ്ടെങ്കിൽ സർക്കുലർ പിച്ച് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം പി സി ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു എത്ര വരും? 3.5 എന്ന് വരും. 2 ഗുണം കുടിക്കുമ്പോൾ അറൗണ്ട് 11 വരും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പം ഇയറിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്.